സംസ്ഥാനത്തെ ഞെട്ടിച്ച പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതുവരെ നിയമസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. എംഎൽഎമാരായ എ.കെ.എം. അഷ്റഫും ടി.ജെ. സനീഷ് കുമാറുമാണ് സത്യാഗ്രഹം അനുഷ്ഠിക്കുക. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് പ്രക്ഷോഭം പ്രഖ്യാപിച്ചത്. രൂക്ഷ വിമർശനമാണ് പോലീസ് മർദ്ദനങ്ങളിൽ വി.ഡി. സതീശൻ സഭയിൽ ഉന്നയിച്ചത്. പേരൂർക്കട വ്യാജമോഷണ കേസടക്കം നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. കക്കൂസിലെ വെള്ളം കുടിക്കാൻ ദളിത് യുവതിയോട് പറഞ്ഞ നാണം കെട്ട പോലീസാണിവിടെയുള്ളത്. അന്തിക്കാട് തോർത്തിൽ കരിക്ക് വെച്ചാണ് ഇടിച്ചത്. ഇവൻ ആക്ഷൻ ഹീറോ ബിജുവാണോ? ഡിവൈഎഫ്ഐ നേതാവിനെ തല്ലിക്കൊന്ന പോലീസുകാരെയാണ് ഭരണപക്ഷം ന്യായീകരിച്ചതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. ടി.പി. വധക്കേസ് പ്രതികൾക്ക് വരെ പോലീസ് മദ്യം വാങ്ങിച്ചു കൊടുത്തു. തുടർന്ന് ഇത് സ്റ്റാലിന്റെ റഷ്യയല്ലെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. പോലീസ് മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിനെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതുവരെ പൊതുസമൂഹത്തോട് മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? കേരള ചരിത്രത്തിൽ ഇതുപോലെ ഏതെങ്കിലും മുഖ്യമന്ത്രി മിണ്ടാതിരുന്നിട്ടുണ്ടോ എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. മിടുക്കന്മാരായ പോലീസുകാർ ഇപ്പോഴും സർവീസിലുണ്ട്. എന്നാൽ ഏറാൻമൂളികളായ പോലീസുകാർക്ക് സർക്കാർ സംരക്ഷണം നൽകുകയാണെന്നും സതീശൻ ആഞ്ഞടിച്ചു.